നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അവിട്ടം നക്ഷത്ര ജാതരുടെ ഏകദേശം ഒരു പ്രായ കണക്ക് നമ്മളെടുത്താൽ 21.5 വയസ്സ് മുതൽ 37.5 വയസ്സ് വരെയുള്ള വ്യാഴദശകാല ഗുണദോഷ ഫലങ്ങളാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഏതൊരു അവിട്ടം നക്ഷത്ര ജാതനും ജനിക്കുന്നത് ചൊവ്വ ദശാകാലത്തിലാണ്. ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത് 7 വർഷമാണെങ്കിലും ഓരോ അവിട്ടം നക്ഷത്രജാതൻ്റെയും ജനന സമയത്തെ ആശ്രയിച്ച് 7 വർഷമോ 7 ദിവസമോ 3.5 വർഷമോ 4 വർഷമോ ഒക്കെ ആയിട്ട് മാറ്റം വന്നേക്കാം. എന്നാലും നമ്മളിവിടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം 3.5 വർഷം എന്ന് ഒരു കണക്കെടുക്കുക. അപ്പം ജനനം മുതൽ ഏകദേശം 3.5 വയസ്സ് വരെ ഏതൊരു അവിട്ടം നക്ഷത്രജാതനും ചൊവ്വ ദശാകാലമായിരിക്കും. 3.5 വയസ്സ് മുതൽ ഏകദേശം 21.5 വയസ്സ് വരെ രാഹു ദശാകാലമായിരിക്കും. 21.5 വയസ്സ് മുതൽ 37 വയസ്സ് വരെ വ്യാഴദശാകാലമായി. ഈ വ്യാഴദശാകാല ഫലസാധ്യതകളാണ് നമ്മൾ പറയുന്നത്. വ്യാഴദശ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ ഗുണാധിക്യമുള്ള കാലഘട്ടമാണ് എന്നാണ് പൊതുവെ ധാരണ. വ്യാഴമല്ലേ ഇപ്പം നല്ല സമയമാണെന്ന് പറയും. പക്ഷെ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. ജാതകത്തിൽ വ്യാഴം ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഗുണദോഷ ഫലങ്ങൾ അനുഭവത്തിൽ വരാനിടയുള്ളത്. ഇനി അവിടെ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഈ വ്യാഴദശാകാലം എന്ന് പറയുന്നത് ഏകദേശ കണക്കനുസരിച്ച് 21.5 വയസ്സ് മുതൽ 37 വയസ്സ് വരെയുള്ള വ്യാഴദശാകാലത്തിൽ ഗുണവാനായിട്ടുള്ള വ്യാഴം ഏതൊക്കെ തരത്തിലുള്ള ഗുണഫലങ്ങളാണ് നൽകുക എന്ന് നോക്കിയാൽ സർക്കാർ ജോലിയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗ്യാനുഭവങ്ങളിലൂടെ കുറച്ചധികം ധനം കൈവശം വരാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറാം, അല്ലെങ്കിൽ വിവാഹത്തിലൂടെയുള്ള സന്തോഷം, ധനാഗമം, സ്വർണ്ണാഭരണ ലാഭം, വിശേഷ മംഗളകർമ്മങ്ങൾ നടക്കുക, വിവാഹ നിശ്ചയം, വിവാഹം, ഗൃഹനിർമ്മാണം, ഗൃഹാരംഭം, വാഹനം വാങ്ങാൻ സാധിക്കുക, വിദേശത്ത് പോയി ജോലി ചെയ്യുവാനും അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും സാധിക്കുക, ഉപരിപഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോയി പഠിക്കുവാൻ സാധിക്കുക. ചുരുക്കത്തിൽ നല്ല അവസ്ഥയിൽ ജാതകത്തിൽ ഗ്രഹനിലയിൽ നല്ല രീതിയിൽ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലം എന്ന് പറഞ്ഞാൽ രാജകീയ തുല്യമായിട്ടുള്ള സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകുന്നതാണ്. അതിലെടുത്തു പറയേണ്ടത് സാമ്പത്തികമായിട്ടുള്ള വർധനവ് തന്നെയാണ്. ഒന്നിലധികം വീടുകൾക്ക് ഉടമസ്ഥനാവുക, അതുപോലെ തന്നെ ഭൂമി ധാരാളമായിട്ട് വാങ്ങിക്കൂട്ടാൻ സാധിക്കുക, ഒന്നിലധികം വാഹനങ്ങൾ കൈവശം വരിക, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ളൊരു ജനനേതൃത്വ പദവി ലഭിക്കുക, ഉദ്യോഗത്തിലാണെങ്കിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, അധികാരികൾ അംഗീകരിക്കുക അല്ലെങ്കിൽ അനുമോദിക്കേണ്ടി വരിക, സജ്ജനങ്ങൾ വിദ്വജ്ജനങ്ങളുമായിട്ടുള്ള സഹവാസം മൂലമുള്ള അറിവ് വർദ്ധിക്കുക. ഏത് ദൈവീക കാര്യങ്ങൾ ചെയ്താലും അതിന് പ്രതീക്ഷിക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഫലം കിട്ടുക. മന്ത്രോപാസന, ജപം അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങൾ, വഴിപാട് സമർപ്പണം എന്നൊക്കെ പറയുന്നത് ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള റിസൾട്ട് ഉണ്ടാക്കിക്കൊണ്ടുവരിക. പുത്രഭാഗ്യം ഉണ്ടാവുക, തൊഴിൽ ഉന്നതി ഉണ്ടാവുക, വിദേശ രാജ്യങ്ങളും ഉല്ലാസകരമായിട്ടുള്ള യാത്രകൾ, തീർത്ഥാടനങ്ങളൊക്കെ നടത്തി മാറ്റുവാൻ സാധിക്കുക. അറിവ് വർദ്ധിക്കുക, കൂടുതൽ പഠിക്കാനുള്ള അവസരം അല്ലെങ്കിൽ PhD പോലെയുള്ള അധിക ബിരുദങ്ങൾ എടുക്കാൻ സാധിക്കുക. കടബാധ്യതകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുക. കടബാധ്യതകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല, ആർക്കെങ്കിലുമൊക്കെ പലിശയ്ക്കോ സഹായിക്കാനോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിന്നൊക്കെ പറഞ്ഞ് ധനസഹായം ചെയ്യുവാനിട വരിക. ഏതെങ്കിലുമൊക്കെ നല്ല സദസ്സുകളിൽ, മംഗളകർമ്മ സദസ്സുകളിൽ ഒരു നേതൃപദവിയിൽ ശോഭിക്കാൻ സാധിക്കുക. ഇങ്ങനെ വ്യാഴം അനുകൂലത്തിലാകുന്ന ദശാകാലത്തിൽ അവർ നേടാത്ത സൗഭാഗ്യങ്ങളൊന്നും കാണത്തില്ല. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും. വിശേഷ ഭക്ഷണഭാഗ്യം, വിശേഷ ഭോഗസൗഖ്യം, വിശേഷപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരങ്ങളോ അവാർഡുകളോ ലഭിക്കുക. പ്രത്യേകിച്ച് സിനിമ, നാടക, കലാസാഹിത്യ മേഖലകളിലൊക്കെ നിൽക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ വലിയ അംഗീകാരങ്ങൾ ലഭിക്കുക, കൂടുതൽ അവസരങ്ങൾ ലഭിക്കുക, അവരുടെ കഴിവുകളും ധർമ്മപ്രവൃത്തിയുമൊക്കെ പ്രശംസിക്കപ്പെടുക, സൽകീർത്തി വർദ്ധിക്കുക,
പുത്രന്മാർക്കും പുത്രികൾക്കും ഒക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത സൗഭാഗ്യങ്ങൾ കിട്ടുക, ഒപ്പം സൗന്ദര്യ വർധനവുണ്ടാവുക. ഇങ്ങനെ ശുഭനാകുന്ന വ്യാഴം എല്ലാ സൗഭാഗ്യങ്ങളും നൽകും. ഒരു സൗഭാഗ്യവും അതിനകത്ത് കിട്ടിയില്ലെന്ന് പറയില്ല. ആരോഗ്യപുഷ്ടി ഉണ്ടാകും, ധനപരമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാകും, സമൂഹത്തിലൊരു മാന്യത ഉണ്ടാകും, സൽകീർത്തി ഉണ്ടാകും, മറ്റുള്ളവരെ സഹായിക്കാനും എന്തിനേറെ ഉപദേശം കൊടുക്കുവാനും പോലും ഉള്ള അറിവും വിവേക ബുദ്ധിയും ഉണ്ടാകും. ഏത് കാര്യത്തിലും പ്രത്യേകിച്ച് ഈശ്വരപരമായിട്ടുള്ള ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ധനം ചെലവാക്കാനും അതിൻ്റെയൊക്കെ നേതൃസ്ഥാനം വഹിക്കാനുമൊക്കെ അവസരമുണ്ടാകും. ചില ആളുകളാവില്ലേ ഭദ്രദീപം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ധനം മുടക്കുന്നു എന്നൊക്കെ പറയുന്നത് വ്യാഴം നല്ല രീതിയിൽ ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ വന്ന് അനുഭവത്തിൽ വരാനിടയുള്ള ബലങ്ങളാണ്. ഇനി വ്യാഴം മോശാവസ്ഥയിലാണ് ജാതകത്തിൽ നിൽക്കുന്നെങ്കിലും കടബാധ്യത കൊണ്ട് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. അധികാരസ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെടും, തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകും, സാമ്പത്തിക ആരോപണങ്ങളിൽ അകപ്പെടാനിടയുണ്ട്, ഷുഗർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മൂലം ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന തരത്തിലേക്ക് പോകും. സാമ്പത്തികമായിട്ട് എത്രയേറെ അധ്വാനിച്ചാലും വേണ്ടത്ര ധനം ലഭിക്കില്ല. വിദേശയാത്ര ചെയ്താൽ പോലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് കലഹം ഉണ്ടാകും. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളിൽ വിവാദങ്ങളും വിഷയങ്ങളും വ്യവഹാരവും ഉണ്ടാകും. ബന്ധുജനങ്ങൾ പോലും ശത്രുക്കളാകും. ദേവന്മാരെയും ദേവസംഹിതകളെയും ഒക്കെ ആക്ഷേപിക്കുവാനും പരിഹസിക്കുവാനും അതുവഴിയുള്ള ശാപം വീഴുവാനും ഇടയുണ്ട്. ദൈവജ്ഞന്മാരായിട്ടുള്ളവർ അല്ലെങ്കിൽ സന്യാസിമാരായിട്ടുള്ളവർ ദേവകാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുടെ ശാപം മേടിക്കാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷാ പരാജയം മുതൽ അധ്യാപകരുടെ ശാപം വരെ വീഴാനിടയുള്ള പണികൾ ചെയ്തു വെക്കും. അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ട് തുടരെ രോഗങ്ങളുണ്ടാകും. എത്രയേറെ ചികിത്സിച്ചാലും ഒന്ന് മാറുമ്പോൾ മറ്റൊന്നുള്ള രീതിയിൽ ആശുപത്രിയും മരുന്ന് കുപ്പിയുമായിട്ട് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ കടബാധ്യത ഒരു സ്വസ്ഥതയില്ലാത്ത ഇടപാടായിരിക്കും. ഇനി എന്തെങ്കിലും 4 കാശ് മുടക്കി ഏതെങ്കിലും ഒരു കച്ചവടം എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും പരാജയപ്പെടും. പലിശയ്ക്ക് കൊടുക്കുക, ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകും. പലിശയ്ക്ക് മേടിക്കുന്നവരാരും തരത്തില്ല, മുതലും തരത്തില്ല, പലിശയും തരത്തില്ല. അതുപോലെ തന്നെ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അയാൾ വാങ്ങിച്ച കാശ് നമ്മൾ ഉത്തരവാദിയാകേണ്ടി വരും. സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയേറെ പ്രതിസന്ധികൾ ഇതെല്ലാം കൂടുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകും. നാട്ടിൽ നിന്നും മാറി നിന്നാലും വേറൊരു നാട്ടിൽ പോയാലും അവിടെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്താലും അതുകൊണ്ട് തൽക്കാലത്തെ വിശപ്പ് കെട്ട് കാര്യങ്ങൾ നീക്കാനില്ലാതെ കടം വീടാനും ബാക്കിയൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതിനിടയ്ക്ക് രോഗദുരിതങ്ങൾ, ഷുഗർ വർദ്ധിക്കുക, ഉദരരോഗം, ചെവി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ശിരസ് സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുക, ഓർമ്മശക്തി കുറയുക, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ കൃത്രിമം കാണിക്കേണ്ടി വരിക, കൃത്രിമം കാണിക്കുന്നവരുമായിട്ടുള്ള സഹവാസം മൂലം നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാവുക. വ്യാഴം ഗ്രഹനിലയിൽ പിഴിച്ചു നിൽക്കുന്നവർ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയോ പോലുള്ള കാര്യങ്ങളിലൊക്കെ ക്യാഷ്യറൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അക്കൗണ്ട് വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വളരെ സൂക്ഷിക്കണം. കാരണം കണക്കിൽ തെറ്റുപറ്റാനിടയുണ്ട്, സാമ്പത്തിക അഴിമതിയിൽ ആരോപണം കേൾക്കാനിടയുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സ്ഥാപനങ്ങളുടെ സാമ്പത്തിക വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും സാമ്പത്തിക അഴിമതി ആരോപണങ്ങളിൽ അകപ്പെടുവാനും അതുവഴി നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ വ്യാഴദശ എന്ന് പറയുന്നത് കണ്ണടച്ചുകൊണ്ട് നമ്മൾ നന്നായിരിക്കുമെന്ന് പറയാൻ പറ്റില്ല. ജാതകപ്രകാരം വ്യാഴം എങ്ങനെ നിൽക്കുന്നു, ഏത് രീതിയിൽ നിൽക്കുന്നു, ശുഭനോ അശുഭനോ എന്ന് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷമാണ് ഫലം പറയേണ്ടത്. അതിൽ ശുഭസ്ഥാനത്താണ് വ്യാഴമെങ്കിൽ ധനപരമായിട്ടുള്ള കോടീശ്വര യോഗം വരെ വ്യാഴം കൊണ്ട് തരും. ഇനി അശുഭനാണെങ്കിൽ പാരമ്പര്യമായിട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ വിറ്റ് തുലയ്ക്കുന്നത് മുതൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യഹാനിക്കിടയാകുന്ന അനാവശ്യമായിട്ടുള്ള ദുർചിന്തകൾ, ദുർവാസനകൾ ഒക്കെ അകപ്പെട്ട് കാശും പോകും, ധനവും പോകും, ഭൂമിയും പോകും, വീടും പോകും, ചെക്ക് കേസുകൾ പോലുള്ള കേസുകൾ, പണസംബന്ധമായിട്ടുള്ള കേസുകൾ,
ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൊണ്ടുള്ള ആകുലതകൾ, പാരമ്പര്യമായിട്ട് സമ്പാദിച്ചു വെച്ച വസ്തുക്കൾ പോലും അന്യാധീനപ്പെടുന്ന അവസ്ഥകൾ, ഇങ്ങനെ സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി മനസ്സമാധാനം നശിച്ചു പോകുന്ന തരത്തിലേക്കും വ്യാഴദശയിൽ പ്രതികൂല ഭാവങ്ങൾ വരാം. എന്നാൽ നമ്മളിവിടെ പറയുന്ന അവിട്ട നക്ഷത്രജാതരെ സംബന്ധിച്ച് നോക്കിയാൽ വ്യാഴദശ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില വേദനകൾ, ചില വഴിത്തിരിവുകൾ, ചില തിരിച്ചടികൾ ഒക്കെ ഉണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ്. ആത്മാർത്ഥമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ചിരുന്നവരിൽ നിന്നും സാമ്പത്തിക വിഷയത്തിലടക്കം തിരിച്ചടികൾ ഉണ്ടാകാനിടയുണ്ട്. വിവാഹ വിഷയവും പ്രണയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചതിവ് അല്ലെങ്കിൽ ഒരു വഞ്ചന പ്രതീക്ഷിക്കാം. കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന സ്വത്തുവകകളെ സംബന്ധിച്ചും ഇവരെ സംബന്ധിച്ച് ഇവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കബളിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വിശ്വസിച്ച് എല്ലാവരുമായിട്ട് ചെയ്യുന്ന ഏർപ്പാടുകൾ മുതൽ വിദേശയാത്രയ്ക്ക് വേണ്ടി ധനം മുടക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഇവർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെടുകയോ ചെയ്യും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയേറെ ശ്രദ്ധയും ജാഗ്രതയും വേണം. ധനപരമായിട്ട് വളരെയേറെ സാമ്പത്തികം മുടങ്ങിക്കൊണ്ടുള്ള കച്ചവടമോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് ജാതകം പരിശോധിക്കാതെ ഇറങ്ങിത്തിരിക്കരുത്. തിരിച്ചാൽ ലോൺ എടുത്തതോ അല്ലെങ്കിൽ പൈതൃക സ്വത്ത് വഴി ലഭിച്ചതോ ആയിട്ടുള്ള ധനമൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ വലിയ സമയമൊന്നും വേണ്ടത്. അതുകൊണ്ട് തന്നെ വ്യാഴദശാകാലം എന്ന് പറയുമ്പോൾ വളരെ നല്ല കാലമായിരിക്കുമെന്ന് പറയുന്ന തെറ്റിദ്ധാരണ ഇല്ലാതെ അവരവരുടെ ജാതകം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ജ്യോതിഷിയെ കൊണ്ട് പരിശോധിപ്പിച്ച് വ്യാഴം ഗുണമോ ദോഷമോ എന്ന് മനസ്സിലാക്കിയിട്ട് വ്യാഴം ഗുണവാനാണെങ്കിൽ സാമ്പത്തികം മുടക്കി ബിസിനസ് ചെയ്യാം, സാമ്പത്തികം മുടക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. കാരണം അതങ്ങനെ മുടക്കിയാൽ മുടക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് തിരിച്ചു കിട്ടും. വ്യാഴം നീചത്തിലാണെങ്കിൽ, ദോഷസ്ഥാനത്താണെങ്കിൽ കയ്യിലിരിക്കുന്നതും പോകുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തും. പിന്നെ വ്യാഴദശയിൽ ശ്രദ്ധിക്കേണ്ടതൊരു കാര്യമാണ് എതിർലിംഗക്കാരുമായിട്ടുള്ള ഇടപാട്. എതിർലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഹണി ട്രാപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് സാമ്പത്തികം നേടുവാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ, ഇവയിലുമൊക്കെ പോയി ചാടാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴദശ എന്ന് പറയുന്നത് വളരെയേറെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ശുഭനായിട്ടുള്ള വ്യാഴം തരുന്ന സൗഭാഗ്യങ്ങൾക്ക് നമ്മൾ പ്രത്യേകിച്ച് തേടി നടക്കേണ്ട കാര്യമില്ല, അധ്വാനിച്ചാൽ മതി. ഏത് മേഖലയാണോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ളത് ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള പതിവ് രീതിയിലുള്ള പരിശ്രമം നടത്തിയാൽ മതി. അത് പരിശ്രമത്തിനേക്കാൾ ഉപരി ഭാഗ്യകടാക്ഷം കൊണ്ട് നമുക്ക് കുറച്ചധികം ധനം കൈവശം വരും. നീചനായിട്ടുള്ള വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത പണിയിലൊക്കെ പോയി ചേരും. അതായത് ചൂത് കളിച്ച് കാശ് പോകുന്നത് നീചനായിട്ടുള്ള വ്യാഴം നിൽക്കുമ്പോഴാണ്. അതുപോലെ തന്നെ പെണ്ണ് കേസിലോ മറ്റോ കുടുങ്ങി മാനാഭിമാന വിഷയങ്ങളിൽ കുടുങ്ങി ധനം പോകാനിടയുള്ളത് വ്യാഴം നീചത്തിൽ നിൽക്കുമ്പോഴാണ്. മറ്റു പല ഗ്രഹങ്ങളും അതിനെ സ്വാധീനിക്കാറുണ്ട്. എങ്കിലും വ്യാഴത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു വരുമ്പോൾ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി അപകടം ഉണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്നുണ്ടാകുന്നതൊരു അസുഖം, അതുമായിട്ട് ബന്ധപ്പെട്ട് ധനം കുറച്ചധികം ചിലവാകേണ്ടി വരുന്നത് വ്യാഴം നീചത്തിൽ നിൽക്കുമ്പോഴാണ്. മരണഭയം ഉണ്ടായിട്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി വരുമ്പോൾ ലക്ഷങ്ങൾ മാറുന്നു എന്ന് പറയുന്നതും വ്യാഴം നീചത്തിൽ നിൽക്കുമ്പോഴാണ്. അതല്ലെങ്കിൽ വളരെയേറെ വിശ്വസ്തനായിട്ട് നമ്മൾ ധനമായിട്ടൊക്കെ ആർജിച്ച് വെച്ചിരിക്കുന്ന വലിയ സംഖ്യകൾ കടം മേടിച്ച് 5-10 തരാം, 10-20 തരാം എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് പിന്നീട് പലിശയില്ല, മുതലും ഇല്ല, ആളും കാണാത്ത അവസ്ഥയിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ വ്യാഴം നീചത്തിൽ വരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ നിന്ന് ജപ്തി നടപടികൾ ഉണ്ടാകാനിടയുള്ളത് വ്യാഴം നീചത്തിൽ നിൽക്കുമ്പോഴാണ്. ആ ദശാകാലത്തിലാണ്, നീചത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ കൂടുതലായിട്ട് സാധ്യതയുണ്ട് ജപ്തി നടപടികൾ വരിക. ജപ്തി നടപടികളിലൂടെ ഭൂമിയോ വീടോ വാഹനമോ നഷ്ടപ്പെടുക, സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചാൽ എടുപ്പിക്കാൻ പറ്റാതെ ലേലത്തിൽ പോവുക, ഇതൊക്കെ നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ സംഭവിക്കാനിടയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസത്തിൽ പരാജയം, ഉപരിപഠനത്തിന് വിദേശത്ത് പോയാൽ പോലും അതുകൊണ്ട് പ്രയോജനമില്ലാതിരിക്കുക, വിദേശത്ത് ജോലിക്ക് പോലും അതുകൊണ്ട് യാതൊരു ഗുണമില്ലാതിരിക്കുക, വിദേശത്ത് പോയാൽ അവിടെ എന്തെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് അകപ്പെട്ട് കാരാഗ്രഹത്തിൽ പോകേണ്ടി വരിക, ഇതുമൊക്കെ നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളാണ്. ശുഭനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ കൂടുതലൊന്നും പേടിക്കണ്ട. അഹങ്കാരം തലക്കന എടുത്തിയാട്ടം, അതുപോലെ തന്നെ സാഹസികത, ഞാനെന്ന ഭാവം, എൻ്റെ കയ്യിൽ സാമ്പത്തികമുണ്ട്, എൻ്റെ കയ്യിൽ ധനമുണ്ട്,
ഞാൻ എല്ലാം തികഞ്ഞവനാണ്, മറ്റൊരുതിനെ എനിക്ക് വകവയ്ക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന അധികാര ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അഹങ്കാര ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് പോയാൽ മതി, വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. അതല്ലാതെ നമ്മൾ വ്യാഴദശാകാലം മോശമാണ് എങ്കിൽ വേണ്ട, നമ്മൾ ഈ വ്യാഴദശാകാലം മോശമാകുന്നവരാണ് ഭാഗ്യക്കുറയിൽ പരീക്ഷിച്ച് കയ്യിലിരിക്കുന്ന കാശ് മുഴുവൻ പോകും, 10 പൈസ കിട്ടത്തില്ല. ചൂത് കളിച്ച് കാശ് പോകും, കുതിരപ്പന്തയങ്ങളിൽ കാശ് പോകും, അതുപോലെ തന്നെ ഓൺലൈൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് കാശ് പോകും. തൊഴിൽ തരാമെന്നും പറഞ്ഞ് ആരെങ്കിലും കാശ് മേടിച്ചിട്ട് അത് പോവും. വിദേശത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് കാശ് മേടിച്ച് അത് നഷ്ടപ്പെടും. ഇങ്ങനെ സാമ്പത്തികം എവിടെ നഷ്ടപ്പെടുന്നു അതെല്ലാം വ്യാഴം വിചാരിച്ച് നടക്കും. അതുപോലെ തന്നെ സ്വർണ്ണാഭരണം മോഷണം പോവുക, നമ്മുടെ പേര് കിടക്കുന്ന വസ്തു നമ്മൾ പോലും അറിയാതെ ആരെങ്കിലും കൃത്രിമത്വം കാണിച്ച് വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനമോ സ്വർണമോ ആരെങ്കിലും കവർന്നെടുക്കുക, നമുക്ക് കിട്ടേണ്ടുന്ന ജോലി എന്തെങ്കിലും തെറ്റായ രേഖകളുണ്ടാക്കി കവർന്നെടുക്കുക. ഇങ്ങനെയൊക്കെയുള്ള ദോഷഫലങ്ങളും ജാതകപ്രകാരം ദോഷകാരകനായിട്ട് നിൽക്കുന്ന വ്യാഴദശാകാലത്ത് പ്രതീക്ഷിക്കാം. ശാരീരികമായിട്ടൊക്കെ പ്രത്യേകിച്ച് ഷുഗർ രോഗം വരിക, ഷുഗർ രോഗം കൊണ്ട് തന്നെ നമ്മുടെ കയ്യോ കാലോ വിരലോ ഒക്കെ മുറിച്ച് മാറ്റേണ്ടി വരുന്ന അവസ്ഥ, ഇതൊക്കെ നീചനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഫലങ്ങളാണ്. ഇതിലേത് രീതിയിലാണ്, നല്ലതാണോ ചീത്തയാണോ നമുക്ക് വരാനിടയുള്ള ഫലം എന്ന് ചോദിച്ചാൽ ജാതകം നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റും. എങ്കിലും പൊതുവേ ഒരു ഫലം പറഞ്ഞാൽ വ്യാഴദശാകാലത്തിൽ പ്രധാനമായിട്ടും വിവാഹം നടക്കാനിടയുണ്ട്, കുടുംബപരമായിട്ടുള്ള ചേർച്ചകൾ ഉണ്ടാവാനിടയുണ്ട്, സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനിടയുണ്ട്, കടബാധ്യതകൾ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകാനിടയുണ്ട്, കടബാധ്യതകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു ബാങ്ക് എഴുതിത്തള്ളി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേരാനിടയുണ്ട്. അല്ലെങ്കിൽ പ്രശ്നമാണെങ്കിൽ നമ്മൾ കടബാധ്യത കൊണ്ട് നാട് വിട്ടു പോകേണ്ടി വരും, സ്റ്റേറ്റ് വിട്ടു പോകേണ്ടി വരും, രാജ്യം വിട്ടു പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളും വ്യാഴം നൽകാവുന്നതാണ്. ഇനി വ്യാഴം പഴച്ചുപോലെ എന്താ ദോഷപരിഹാരം ജ്യോതിഷപരമായിട്ട് പറയാൻ കഴിയുന്നത്? വ്യാഴാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, രാവിലെ 6-നും 9-നും സമയം, 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്തിനുള്ളിൽ മഹാവിഷ്ണു ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അരയാലിനെ ഏറ്റവും കുറഞ്ഞത് 3 തവണയെങ്കിലും പ്രദക്ഷിണം ചെയ്യുന്നതും, തമിഴ്നാട്ടിലൊക്കെ കാണുന്ന ഒരു ആചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പം പാലും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി അരയാൽ ചുവട്ടിൽ സമർപ്പിച്ചിട്ട് അതിൽ നിന്നും ഒരു നുള്ളെടുത്ത് തിലകം തൊടുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞ നാരങ്ങ, ഓറഞ്ച്, ലഡു തുടങ്ങിയിട്ടുള്ളവ കുറഞ്ഞത് ഒരു 3 എണ്ണമെങ്കിലും 3 33 3ൻ്റെ ഗുണിതങ്ങൾ വരുന്ന രീതിയിലുള്ളത് ദാനം ചെയ്യുന്നതും വ്യാഴദോഷ പരിഹാരമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് നമുക്ക് വ്യാഴദശാകാലത്തെക്കുറിച്ച് ലഘുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. കൂടുതൽ ദശാകാലങ്ങളെയും മറ്റ് ജ്യോതിഷപരമായിട്ടുള്ള വിവരങ്ങളെ സംബന്ധിച്ച് തുടർന്ന് നമ്മൾ ഇടുന്ന വീഡിയോകൾ ശ്രദ്ധിക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.